ഇത്തരം ആളുകൾ തന്നെ പലപ്പോഴും ജസ്റ്റിസിനെ കുറിച്ച്, നീതിയെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ ഏറെ അത്ഭുതകരമാണ് അല്ലേ? പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ലോകത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും? നീതിയുടെ പക്ഷം എവിടെ നിന്ന് ലഭിക്കും അല്ലേ? ലോകത്ത് ത്യാഗങ്ങൾ സഹിച്ച്, ഭാവിയുടെ തലമുറകൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച് മരിച്ച ഒരുപാട് മഹാനുഭാവുകളുണ്ട് അല്ലേ? അവർക്കെല്ലാം അവരുടെ ആ ത്യാഗങ്ങൾക്ക് എവിടെ പ്രതിഫലം ലഭിക്കും? ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ ആ അക്രമത്തിനുള്ള ശിക്ഷ എവിടെ നിന്ന് ലഭിക്കും? അതിനും ഇത്തരം ആളുകളുടെ വാദഗതി എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും ഫലസ്തീനും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇവർ ഇസ്രായേലിന്റെ പക്ഷത്താണ്. കാരണം എന്താണ്? ഇസ്രായേലാണ് മെജോറിറ്റി ഉള്ളത്, ഇസ്രായേലാണ് പവർ ഉള്ളത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കൂടുതൽ ലാഭം. ഇത്രയേ ഉള്ളൂ ഇവരുടെ മൊറാലിറ്റിയും ജസ്റ്റിസും എല്ലാം. അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നീതിബോധത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകന്റെ ഹദീസുകളെ കൊണ്ടുവന്നുകൊണ്ട് അതിൽ ചർച്ചകൾ നടത്തി അതിന്റെ ഡീപ്പർ സ്റ്റഡിയിലേക്കെല്ലാം പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം, എങ്ങനെയാണ് ഭൂമി ലോകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കുക? നിങ്ങളുടെ യുക്തി വെച്ച് മരണത്തിന് ശേഷം ജീവിതമില്ല എന്ന് പറയുന്ന, നാളെ ഒരു പരലോകമില്ല എന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് മരണത്തോടു കൂടി അവസാനിക്കുന്ന ഒരു ലോകത്ത് നീതിയെക്കുറിച്ച് പ്രസ്താവിക്കാൻ സാധിക്കുക? നിങ്ങൾ ഉത്തരം പറയണം. ഇനിയോ അങ്ങനെ തന്നെ ജസ്റ്റിസിനെ കണക്കാക്കിയാൽ ലോകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റു പലരുണ്ട് അല്ലേ? രോഗങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ആ പരീക്ഷണങ്ങൾ, ടെസ്റ്റ് ആൻഡ് ട്രയൽസ്, ലോകത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷയുണ്ട്, അവന് ആശ്വാസമുണ്ട്, അവന് കൃത്യമായ വിശ്വാസമുണ്ട്. എന്നാൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം വളരെ റാൻഡമായിട്ടൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പരീക്ഷണത്തെ നേരിടാൻ പോലും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സൂയിസൈഡ് അവർക്കൊരു അഭയ കേന്ദ്രമായി മാറുന്നത് അല്ലേ? ഇവിടെയുള്ള അറിയപ്പെടുന്ന യുക്തിവാദികൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തോളൂ, എന്തിനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായൊരു വാദത്തിന് പോലും നിലനിൽപ്പില്ല എന്ന് ചുരുക്കം.